നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന വർണ്ണശാസ്ത്രങ്ങളെ വെല്ലുവിളിച്ച് സാമൂഹ്യ പരിവർത്തനത്തിന് വഴിതെളിച്ച വ്യക്തി. കേരളത്തിൽ നടമാടിയിരുന്ന ജാതി ഭ്രാന്തിനും അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ന് അയ്യങ്കാളിയുടെ 83ാം ചരമവാർഷികം. ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രം സഞ്ചരിക്കാൻ അവകാശമുണ്ടായിരുന്ന വഴിയിലൂടെ വില്ലുവണ്ടി തെളിച്ചുകൊണ്ടാണ് ജാതി ഭ്രാന്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി രംഗത്തെത്തിയത്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ധീരതയോടെ പോരാടിയ പരിഷ്കർത്താവ് എന്ന നിലയിൽ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പേരാണ് അയ്യങ്കാളിയുടേത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നിലകൊണ്ട നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം. സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ അവകാശം, ചന്തകളിൽ പ്രവേശിക്കാനുള്ള അവകാശം, വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങി ആധുനിക പൗരസമൂഹം വിലപ്പെട്ടതെന്നും അഭിമാനകരമെന്നും കരുതുന്ന അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം തന്റെ ജീവിതത്തിലുടനീളം പ്രയത്നിച്ചത്. വസ്ത്രധാരണത്തെ പ്രതിഷേധത്തിനും അവകാശ പ്രഖ്യാപനത്തിനുമുള്ള ഒരു ഉപകരണമാക്കി അദ്ദേഹം മാറ്റി. ദിവാന്റെ വസ്ത്രധാരണത്തിന് സമാനമായ രീതിയിൽ വസ്ത്രം ധരിച്ചും തലപ്പാവ് കെട്ടിയും കാതിൽ കടുക്കൻ ഉപയോഗിച്ചും മനുഷ്യാവകാശങ്ങൾ ഔദാര്യമല്ലെന്ന് ഭരണകൂടത്തെയും അയിത്ത ജാതിക്കാരെയും ഒരുപോലെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിച്ചാൽ അത് പിടിച്ചു വാങ്ങണമെന്നും പ്രതികരിക്കണമെന്നുമുള്ള പൊതുധാരണ അയിത്ത ജാതിക്കാരിൽ ഉളവാക്കുന്നതിന് അയ്യങ്കാളിയുടെ ഈ പ്രതിരോധ തന്ത്രം പല അവസരങ്ങളിലും പ്രയോജനപ്പെട്ടതായി കാണാം. സമുദായത്തിൽ നിന്ന് തന്നെ ഉയർന്ന എതിർപ്പുകൾ അവഗണിച്ച് 30ാം വയസ്സിൽ കിരാത നിയമങ്ങൾക്കെതിരെ അദ്ദേഹം രംഗത്തിറങ്ങി. ജന്മികളെ കായികമായി നേരിടാൻ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് പരിശീലനം നൽകിയായിരുന്നു അയ്യങ്കാളിയുടെ പടപ്പുറപ്പാട്. 1898-99 കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ജന്മികളുമായി ഏറ്റുമുട്ടി. പലപ്പോഴും ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും സമുദായത്തിനുള്ളിൽ അയ്യങ്കാളി ആരാധ്യ പുരുഷനായി മാറി. സാധുജനങ്ങൾക്ക് നീതി കിട്ടുന്നതിനായി വെങ്ങാനൂരിൽ ഒരു കുടുംബ കോടതി അദ്ദേഹം സ്ഥാപിച്ചു. അയ്യങ്കാളി കോടതി എന്നായിരുന്നു അതറിയപ്പെട്ടിരുന്നത്. 1914 പിന്നോക്ക ശിശുക്കൾക്ക് വിദ്യാലയ പ്രവേശനം അനുവദിച്ചുകൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരവിറക്കുകയും ചെയ്തു. 1941 ജൂൺ 18 മരിക്കുന്നത് വരെ അയ്യങ്കാളി കർമ്മനിരതനായിരുന്നു. ആ മഹത് ജീവിതത്തിന്റെ സ്മരണ നിലനിർത്തി വെങ്ങാനൂരിൽ അദ്ദേഹത്തിന്റെ ശവകുടീരവും പ്രതിമയും സംരക്ഷിച്ചു പോരുന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ മലനാട് ടിവിയുടെ പ്രണാമം. You are watching India's first NGO television, Malanad TV India.